എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. നമ്മളെല്ലാവരും ഓണത്തിന് വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ. അപ്പോൾ ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ 2 കിടിലൻ കിച്ചടിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം തയ്യാറാക്കുന്നത് കോവയ്ക്ക കിച്ചടിയാണ്. അപ്പോൾ നമുക്ക് ഒരു 7 8 കോവയ്ക്ക എടുത്ത് വയ്ക്കാം. അത് ഇതേപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ എടുത്തപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റി. ക്യാമറ ഓണായി കിടന്നത് സ്ലോ മോയിലായിരുന്നു. അപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ചേക്കണേ. ഈ ഒരു രീതിയിൽ കോവയ്ക്കെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കോവയ്ക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കിച്ചടിക്ക് വേണ്ടി കോവയ്ക്ക എടുക്കുമ്പോൾ ഒരുപാട് പഴുത്തു പോയതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വറുത്തെടുക്കുമ്പോൾ ടേസ്റ്റിൻ്റെ വ്യത്യാസമൊന്നും വരികയില്ല. ഇനി ഈ കോവയ്ക്കയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മൂത്ത് കിട്ടുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാലൻസുള്ള എണ്ണ കളയണ്ട. നമുക്ക് ലാസ്റ്റ് ഇതിൽ തന്നെ താളിച്ചൊഴിക്കാനുള്ളതാണ്. അപ്പോൾ അത് അതിൽ തന്നെ ഇരിക്കട്ടെ. ഇനി കിച്ചടിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി 1/4 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 6 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അരയ്ക്കാൻ ആവശ്യമുള്ള 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് ഇതിൻ്റെ പുറത്തായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം 1/4 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ കോവയ്ക്കയ്ക്ക് വേണ്ടി മാത്രമേ ഉപ്പിട്ടിട്ടുള്ളായിരുന്നു. ഇനിയിപ്പം കിച്ചടിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ബാലൻസ് വെച്ചിരിക്കുന്ന എണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റിലുള്ള കോവയ്ക്ക കിച്ചടി തയ്യാറായി കഴിഞ്ഞു. ഈ ഓണത്തിന് ഈ ഒരു കിച്ചടി ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇനി നമുക്ക് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തത് ഈന്തപ്പഴം കൊണ്ടുള്ള കിച്ചടിയാണ്. അതിനുവേണ്ടി പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇട്ട് കൊടുത്ത കടുകും കറിവേപ്പിലേക്ക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 10 ഈന്തപ്പഴം കുരു കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈന്തപ്പഴം എടുക്കുമ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എടുത്തോളൂ. ഈന്തപ്പഴം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇത് കൈ കൊണ്ടൊന്ന് പിച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയും ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ഇത് നന്നായിട്ട് സ്പാച്ചില ഉപയോഗിച്ചൊന്ന് ഉടച്ചെടുക്കണം. ഈന്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതേപോലെ നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇനി ഒന്ന് ഉടച്ചെടുക്കാം. ഈ ഉടച്ചെടുത്ത ഈന്തപ്പഴം നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം 1/4 കപ്പ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
വീണ്ടും 1/4 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കിച്ചടിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ പാത്രം ആയതുകൊണ്ട് ഞാനിതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ പുളി അനുസരിച്ച് തൈരിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്ന കിച്ചടിയാണ്. ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും. അപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റുള്ള ഈന്തപ്പഴം കിച്ചടിയും തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ ആദ്യമേ താളിച്ച് ചേർത്തത് കൊണ്ട് തന്നെ പിന്നീട് ഇത് താളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഓണത്തിന് ഈ 2 കിച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.